அபிராமி சிவகாமி கருமாரி மகமாய் திருக்கோயில் தெய்வங்கள் நீ தானம்மா. அன்னைக்கு அன்றாடும் அபிஷேகம் அலங்காரம் புரிகின்ற திருத்தொண்டன் நான் தானம்மா. பொருளோடு புகழ் வேண்டும் மகனல்ல தாயே, அருள் வேண்டும் எனக்கென்றும் அது போதுமே. அடுத்திங்கு பிறப்பொன்று அமைந்தாலும் நானும் மகனாக பிறக்கின்ற வரம் வேண்டுமே. அதை நீ தருவாயே. அம்மா என்றழைக்காத உயிரில்லை, அம்மாவை வணங்காத உயிரில்லை. அம்மா என்றழைக்காத உயிரில்லை, அம்மாவை வணங்காத உயிரில்லை. മലയാള സിനിമ സീരിയൽ ലോകത്തെയും മിമിക്രി ലോകത്തെയും എല്ലാം തന്നെ ഞെട്ടിച്ചുകൊണ്ട് ഇപ്പോൾ മറ്റൊരു മരണ വാർത്ത എത്തിയിരിക്കുകയാണ്. കലാഭവൻ നവാസ് അന്തരിച്ചു എന്ന വാർത്തയാണ് എത്തിയിരിക്കുന്നത്. കലാഭവൻ നവാസിനെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ചോറ്റാനിക്കരയിലെ ഒരു ഹോട്ടലിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. മിമിക്രി താരം, ഗായകൻ, അഭിനേതാവ് എന്നീ നിലകളിലെല്ലാം ശ്രദ്ധേയനായിരുന്നു. ഹൃദയാഘാതമാണെന്നാണ് കരുതുന്നത്. ഷൂട്ടിംഗ് കഴിഞ്ഞ് മുറിയിൽ എത്തിയതായിരുന്നു. പ്രകമ്പനം സിനിമയുടെ ചിത്രീകരണത്തിനാണ് ഹോട്ടലിൽ മുറിയെടുത്തത്. പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചു. മിമിക്രിയിലൂടെയാണ് നവാസ് മിനി സ്ക്രീനിലും സിനിമയിലും എത്തുന്നത്. കലാഭവൻ മിമിക്രി ട്രൂപ്പിലൂടെയാണ് മലയാളികൾക്ക് അദ്ദേഹത്തെ സുപരിചിതനാകുന്നത്. നടി രഹ്നയാണ് ഭാര്യ. നാടക ചലച്ചിത്ര നടനായിരുന്ന അബൂബക്കറാണ് പിതാവ്. നവാസിന്റെ സഹോദരൻ നിയാസ് ബക്കറും അറിയപ്പെടുന്ന ടെലിവിഷൻ ചലച്ചിത്ര താരമാണ്. നിയാസിനോടൊപ്പം നിരവധി ഷോകളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഹോട്ടൽ ജീവനക്കാർ വാതിൽ തുറന്ന് അകത്ത് കയറിയപ്പോൾ നവാസ് നിലത്ത് കിടക്കുന്ന നിലയിലായിരുന്നു. പ്രകമ്പനം എന്ന സിനിമയുടെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം അവിടെ എത്തിയത്. 1995 ചൈതന്യം എന്ന ചിത്രത്തിലൂടെയാണ് സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത്. ജൂനിയർ മാൻഡ്രിക്, അമ്മ അമ്മായിയമ്മ, മീനാക്ഷി കല്യാണം, മാട്ടുപ്പെട്ടി മച്ചാൻ, ചന്ദ മാമ, മൈഡിയർ കരടി, വൺ മാൻ ഷോ, വെട്ടം, ചട്ടമ്പിനാട്, കോബ്ര, ABCD, മൈലാഞ്ചി മുഞ്ചുള്ള വീട്, മേരാ നാം ഷാജി എന്നിവയാണ് പ്രധാന ചിത്രങ്ങൾ. ഡിറ്റക്റ്റീവ് ഉജ്ജ്വലനാണ് അവസാനമായി തിയേറ്ററിൽ എത്തിയ ചിത്രം. 2002 നടി രഹ്നയെ നവാസ് വിവാഹം ചെയ്യുന്നത്. നടനും നാടക കലാകാരനുമായിരുന്ന അബൂബക്കറാണ് നവാസിന്റെ പിതാവ്. സിനിമാ സീരിയൽ ലോകത്തെയും മിമിക്രി ലോകത്തെയും ഒന്നടങ്കം ഞെട്ടിച്ചിരിക്കുകയാണ്. കാരണം പ്രധാന നടന്മാരുടെ എല്ലാം ഒപ്പം തന്നെ അഭിനയിച്ചൊരു നടനെയാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത്.